ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് സീരീസിലെ രണ്ടാമത്തെ ഭാഗമാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് സെന്റൻസുകൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കണ്ടുവരണം. ഒരു വാചകത്തിലെ പ്രധാന ഭാഗങ്ങളാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അതായത് മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന രീതി. വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്കിത് പഠിക്കാം. മലയാളത്തിൽ ഒരു കാര്യം പറയുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഞാൻ പേന വാങ്ങുന്നു. ഇവിടെ പേന എന്നതാണ് ഒബ്ജക്റ്റ്. എന്നാൽ ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ പേന എന്നത് മൂന്നാമതായി മാത്രമേ പറയാവൂ. ഉദാഹരണത്തിന് ഐ ബൈ എ പെൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഐ, ഞാൻ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബൈ, വാങ്ങുന്നു എന്ന പ്രവൃത്തിയാണ് വന്നത്. മലയാളത്തിൽ നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞ് വസ്തുവിനെയാണ് പറയാറുള്ളത്. എന്നാൽ ഇംഗ്ലീഷിൽ എപ്പോഴും സബ്ജക്റ്റ് കഴിഞ്ഞ് പ്രവൃത്തി പറയണം. ഇങ്ങനെ ചിന്തിച്ചാൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കാനും എഴുതാനും നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം. ഇതിലെ പ്രവർത്തികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. Good morning, Mr. Harrison. വീഡിയോയിലെ പ്രധാന പ്രവർത്തികൾ വെർബസ് ഇവയാണ്. സ്റ്റഡി, പഠിക്കുന്നു. ഓപ്പൺ, തുറക്കുന്നു. എൻറ്റർ, പ്രവേശിക്കുന്നു. ലുക്ക്, നോക്കുന്നു. ഗ്രീറ്റ്, അഭിവാദ്യം ചെയ്യുന്നു. ഇനി ഇത് വെച്ച് നമുക്ക് ചില സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കാം. Students study the lesson. കുട്ടികൾ പാഠം പഠിക്കുന്നു. The teacher opens the door. അധ്യാപകൻ വാതിൽ തുറക്കുന്നു. He enters the class. അദ്ദേഹം ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ വാക്കുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് SVO എന്ന രൂപത്തിലാണെന്ന്. അതായത് ആദ്യം ആരാണോ ചെയ്യുന്നത് അവർ സബ്ജക്റ്റ്, രണ്ടാമത് ചെയ്യുന്ന പ്രവൃത്തി വെർബ്, മൂന്നാമത് എന്തിനെയാണോ ചെയ്യുന്നത് അത് ഒബ്ജക്റ്റ്. ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒന്ന്, ദ എന്ന വാക്കിന്റെ ഉപയോഗം. രണ്ട്, ചില വാക്കുകളിൽ വന്നിട്ടുള്ള എസ്. എന്തുകൊണ്ടാണ് ദ ഉപയോഗിക്കുന്നത്? നമ്മൾ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുന്ന ആൾക്കും അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴാണ് ദ ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായും താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വരുന്നു. ലോകത്തിൽ ഒന്നേയുള്ളൂ എന്ന കാര്യങ്ങൾക്ക്, ഉദാഹരണത്തിന് ദ സൺ, ദ സ്കൈ. നദികൾ, പർവ്വതങ്ങൾ, പ്രശസ്തമായ പത്രങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് മുൻപിൽ, ഉദാഹരണത്തിന് ദ നൈൽ, ദ താജ് മെഹൽ, ദ ഹിന്ദു ന്യൂസ് പേപ്പർ. നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ, ഉദാഹരണത്തിന് ഐ സോ മൂവി. The movie was good. നമുക്ക് ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് എസ് എന്ന കാര്യത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് ചില വാക്കുകളിൽ എസ് വരുന്നത് എന്ന് നോക്കാം. അധ്യാപകൻ വാതിൽ തുറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദ ടീച്ചർ ഓപ്പൺസ് എന്ന് പറഞ്ഞു. ഇവിടെ ഓപ്പൺ എന്ന വാക്കിന്റെ കൂടെ ഒരു എസ് ചേർത്തിട്ടുണ്ട്. ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ടീച്ചർ പോലെ ഒരാൾ പറയുമ്പോൾ പ്രവൃത്തിയോട് കൂടെ നമ്മൾ എസ് ചേർക്കണം. എന്നാൽ ഐ, യു, വി, ദേ എന്നിവയോടൊപ്പമോ ഒന്നിലധികം ആളുകളെക്കുറിച്ച് സ്റ്റുഡൻസ് പറയുമ്പോഴോ ഈ എസ് ചേർക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഐ ബൈ എന്നും സ്റ്റുഡന്റ് സ്റ്റഡി എന്നും വരുന്നത്. വീഡിയോയുടെ അവസാനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ? പുറത്ത് മഴ പെയ്യുകയാണ്. ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.